ഇന്ന് നമുക്ക് ഒരു മുരിങ്ങയുടെ കമ്പ് നട്ടു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെയുള്ള കമ്പുകളൊക്കെ നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാൻ നല്ല സമയം കേട്ടോ. ഇങ്ങനെ മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ മുരിങ്ങ നട്ടുപിടിപ്പിക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നനച്ചൊക്കെ കൊടുക്കാനുള്ള സൗകര്യം വേണം. അപ്പോൾ ഇത്രയെങ്കിലും വണ്ണമുള്ള ഒരു കമ്പായിരിക്കണം കേട്ടോ. ഇത്രയും നീളവും ഇത്രയും വണ്ണമുള്ളൊരു കമ്പായിരിക്കണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. എന്നാൽ ഒത്തിരി വണ്ണമുള്ള കമ്പുകളും അല്ലെങ്കിൽ തീരെ ഈ പച്ചനിറം മാറാത്ത കമ്പുകളും നമ്മൾ നട്ടു കൊടുത്തുകൊണ്ട് പിടിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് നമ്മുടെ വിത്തുകൾ അല്ലെങ്കിൽ തൈകളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ചെടി മുരിങ്ങ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ തൈകൾ വാങ്ങിച്ച് നട്ടാലും മതി. അപ്പം നമുക്ക് ഇതേപോലത്തെ കമ്പ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിച്ച് വരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനൊരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നട്ടു. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറിയൊരു കുഴി താത്തി നട്ടാൽ മതി. നടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല കേട്ടോ. അതൊക്കെ പൊടിച്ച് വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വളമോ എന്തെങ്കിലും വേണം. വലിയ പരിചരണം വേണ്ടാത്തൊരു ചെടിയാണല്ലോ മുരിങ്ങ. ഒന്ന് പൊടിച്ച് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വളം ഇട്ടിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മുരിങ്ങയുടെ കമ്പ് നടാനായിട്ട്.